മറ്റൊരു ഉദ്ഘാടനം കൂടി പറയാനുണ്ട്. മറ്റന്നാളിൽ നമ്മുടെ അംഗനവാടി ശിവേട്ടന്റെ അമ്പലപ്പറമ്പിൽ ശിവേട്ടന്റെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിവപ്രസാദിന്റെ വാതില് ഒരു സ്മാർട്ട് അംഗനവാടി മറ്റന്നാള് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്ന് വന്ന മുഴുവൻ ആളും ഒരാൾ പോലും കുറയാതെ ആ പരിപാടിക്ക് പറ്റി ആ പരിപാടി വിജയകരമാക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്. നമ്മളൊരു ജനപ്രതിനിധിയാകുമ്പോ നമ്മൾ പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധമായ രാഷ്ട്രീയവും കാണിച്ചിട്ടില്ല. കണ്ണാടിയില് നമ്മുടെ ഭരണസമിതി അല്ല ഭരിക്കുന്നത്. പക്ഷേ അവിടെയും കണ്ണാടിയിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരുടെ മക്കൾക്ക് ഒരു മംഗളമായ ചടങ്ങ് നടത്തുമ്പോൾ അത് നടത്തുവാൻ വേണ്ടി മനോഹരമായ ഒരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിന് വേണ്ടിയും 5 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. രായിരിയിൽ എവിടെ പോയാലും ഇന്നലെ ഒരു ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഷബീർക്കൊക്കെ ഇവിടെ പോയി. അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. മുൻ MLA ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. സ്ഥലം കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രായരിയില് ഫോറസ്റ്റിന്റെ ഒരു ഭൂമിയാണ്. ഈ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങളത് പോയി കാണണം. ഒരു തുളസിച്ചെടി പോലും ഇങ്ങത്തില്ല. ഫോറസ്റ്റ് ആ ഭൂമി പകരം ഭൂമി വാങ്ങി കൊടുക്കുക. ആ ഭൂമി സാധാരണ ഫോറസ്റ്റിന്റെ ഭൂമി എടുക്കുന്ന അങ്ങനെയാണ്, പകരം ഭൂമി വാങ്ങി കൊടുക്കുകയാണ്. ആ ഭൂമി വിട്ടു തന്നാൽ അവിടെ ഈ ചെറുപ്പക്കാർക്ക് പ്രായരിയില് ധാരാളം നല്ല മനോഹരമായ സ്പോർട്സിൽ ഗെയിംസിലും ഒക്കെ എൻഗേജ് ആയിട്ടുള്ള ചെറുപ്പക്കാർ, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന ആളുകൾ. ആ ചെറുപ്പക്കാർക്ക് ഒരു സ്റ്റേഡിയം എന്നുള്ളത് പ്രായരിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. പ്രായത്തെ മാത്രമല്ല, കണ്ണാടിയുടെയും മാത്തൂരിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും എല്ലാം ആവശ്യം. ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ സംസ്ഥാന സർക്കാരാണ് തടസ്സം നിന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും ആ പാർട്ടിക്ക് പ്രായരി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം. അപ്പോ ആ പ്രയാസം കൂടി മാറ്റിയാൽ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നമുക്ക് എപ്പോ സ്ഥലം കിട്ടുന്നോ അപ്പോൾ തന്നെ പ്രായരിയുടെ അഭിമാനമായ ഒരു സ്റ്റേഡിയം ഉയർത്തുവാൻ 5 കോടി രൂപ നമ്മൾ അവിടെ വിനിയോഗിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. നമ്മൾ ഇത് കേൾക്കുമ്പോ നിങ്ങൾ സംഘികൾക്കും നിങ്ങൾ സഖാക്കൾക്കും CJP കൂട്ടുകെട്ടിനും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം രാഹുൽ ഇന്നലെ പറഞ്ഞതാണ് മറ്റന്നാള് എന്ന്. അതായത് നമ്മൾ ഇന്ന് പറയുമ്പോൾ അത് നാളെയാണ് എന്ന് പറഞ്ഞാല് രാഹുൽ പറഞ്ഞ ദിവസം 13-ാം തീയതിയാണ്. മറ്റന്നാള് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 14, 15 എന്ന് പറഞ്ഞാൽ 15-ാം തീയതിയാണ് ഈ പറയുന്ന സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക, രാഹുൽ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വരിക, തടയാനുള്ളവരും സ്വീകരിക്കാനുള്ളവരും എല്ലാവരും വരിക, വലിയ വിജയമാക്കി തരിക. ഇനി പറഞ്ഞില്ല, കേട്ടില്ല, അറിയിച്ചില്ല, രഹസ്യമാക്കി ആരെയും അറിയിക്കാതെ ചടങ്ങുകൾ നടത്തി, ആരെയും അറിയിക്കാതെ ഉദ്ഘാടനം ചെയ്തു എന്നൊന്നും ആരും പരാതി പറയരുത്. എല്ലാവരും വരിക, എന്നിട്ട് എന്താക്കുക, വലിയ വിജയമാക്കി കൊടുക്കുക. ഓക്കെ, അത് മാത്രമേ ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പൊ അതാണ്. അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു 2 വശമുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ ഈ ഒരു കാര്യത്തിലും നമ്മളൊരു മറ്റൊരു വിഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറുപുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇന്നലെ ഈ ഉദ്ഘാടനം പരിപാടി, ഇന്നലെ ഈ MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെടുത്തി ആ റോഡ് നിർമ്മാണം നടത്തി അത് ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പരിപാടി ഇത്രയേറെ ശ്രദ്ധയാകർഷിച്ചത് കേരളത്തിലെ എത്രയധികം MLA-മാര് ഇത്തരത്തിലുള്ള അവരുടെ പഞ്ചായത്തുകളിലും അവരുടെ മണ്ഡലങ്ങളിലുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമങ്ങളില് ഏറ്റവും ഉൾഭാഗങ്ങളിലൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള ഈ ചെറിയ ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ദിവസവും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ഇത്രയധികം വാർത്തയായിട്ടുണ്ടോ? ഇത് ഇത്രയധികം വാർത്തയായില്ലേ? അപ്പോൾ അതിനുള്ള കാരണക്കാരാരാ? അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. രണ്ടാമത്തത്, മാധ്യമങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, മാപ്രകൾ അങ്ങനെ വിളിക്കാം നമുക്ക് അവരെ. ഓക്കെ, അവർ മാപ്രകൾ എന്ന് മാത്രം വിളിച്ചാൽ മതി. മാപ്രകളാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന
CJP കൂട്ടുകെട്ടാണ്. CJP കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ പാലക്കാട്ട് ഇന്നലെ ഇപ്പോ ഈ പറയുന്ന രാഹുലിനെ തടയാനും ഇവർ രണ്ടുപേരുടെയും മുന്നണിയാണല്ലോ രാഹുലിനെ തടയാൻ വന്നത്. അപ്പോൾ ഡിഫി കൂട്ടന്മാരുണ്ട്, അതുപോലെ സംഘി കൂട്ടന്മാരുണ്ട്, മിത്രങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ കൂട്ടുകെട്ടാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റോഡ് ഉദ്ഘാടനം, അതും നാഷണൽ ഹൈവേയും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയും ഒന്നും ഇല്ലല്ലോ. ഇത് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു സർവീസ് റോഡ്, ഒരു 3 മീറ്റർ മാത്രം വീതിയുള്ള ഒരു സർവീസ് റോഡ്. ആ സർവീസ് റോഡിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇത്രയധികം ചർച്ചയാവണമെങ്കിൽ അത് നിങ്ങളുടെ ഒരു പങ്ക് നമ്മൾ അവിസ്മരിക്കുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആ പങ്കിനെ നമ്മൾ ഇതിൽ അവിസ്മരിക്കുന്നില്ല. അല്ലെങ്കിൽ രാഹുലും ആ പറയുന്ന ആ വാർഡുമായി ബന്ധപ്പെട്ട 4-5 ആളുകളും ഒക്കെ ഉള്ള ഒരു പരിപാടികളായിരിക്കും. ഒരു റിബൺ കട്ട് ചെയ്യുന്ന, ഇന്നലെ നമ്മൾ കണ്ട റിബൺ കട്ട് ചെയ്യലൊക്കെ അതൊക്കെ അവർ മാത്രമേ അറിയുള്ളൂ. പിന്നെ അതൊക്കെ ആരെങ്കിലും ഇത്തരത്തിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തന്നെ അയാളുടെ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവരും കാണും, കുറെയൊക്കെ ആളുകൾ കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളിൽ ഇത്രയധികം വാർത്ത വരുന്നു, എല്ലാ മാധ്യമങ്ങളും മത്സരിച്ച് വാർത്ത ചെയ്യുന്നു, രാഹുലിനെ തടയുന്നു, രാഹുൽ ഇറങ്ങി നടക്കുന്നു, മാസ് കാണിക്കുന്നു, രാഹുൽ ഉദ്ഘാടനം ചെയ്യുന്നു, രാഹുൽ സംസാരിക്കുന്നു, രാഹുൽ മാധ്യമങ്ങളോട് സെപ്പറേറ്റ് സംസാരിക്കുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ എന്താ പറയണ്ട വിജയമാക്കി തീർത്തതില് നിങ്ങളുടെ പങ്ക് അത് വിസ്മരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എല്ലാവരെയും വിളിക്കുന്നത്. ഇനിയിപ്പോ ഈ പറയുന്ന 15-ാം തീയതി നാളെ നടക്കാൻ പോകുന്ന ഈ അംഗൻവാടിയുടെ ഉദ്ഘാടനം അത് സ്മാർട്ട് അംഗൻവാടിയാണ്. അതുകൊണ്ട് ആ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനവും നിങ്ങളെല്ലാവരും വന്ന് ഇതുപോലെ വലിയ വിജയമാക്കി തരണം. അവിടെയും രാഹുൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താംഗ്യം വേണമെങ്കിലും കാണിക്കാം. ഇങ്ങനെയോ 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 എങ്ങനെയോ ഏത് രീതിയിൽ വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ഞാനത് കാണിക്കാത്തത് നമ്മളെ അത് കാണിക്കുന്നത് മോശമല്ലെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഏത് ആംഗ്യം വേണമെങ്കിലും കാണിക്കാം, വന്നോളൂ. നമുക്ക് എല്ലാവർക്കും അവസാനം ലഡു വിതരണം, പായസ വിതരണം ഒക്കെ ഉണ്ടാവും. അതൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് പിരിയാം. എല്ലാവരും വരിക. ഇനി ഇത് മാത്രം പറയരുത്, ആരെയും വിളിച്ചില്ല, ക്ഷണിച്ചില്ല, അറിയിച്ചില്ല, മാധ്യമങ്ങളെ അറിയിച്ചില്ല, അല്ലെങ്കിൽ ഫ്ലെക്സ് അടിച്ചില്ല എന്നൊന്നും പറയരുത്. എന്നൊന്നുമുള്ള പരാതികളൊന്നും ആരും പറയരുത്. അല്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ തടയാൻ വരാത്തത്, അതല്ലെങ്കിൽ വൈകുന്നേരമായപ്പോൾ തലയിൽ മുണ്ടിട്ട് വന്നിട്ടാണ് ചെയ്തത് എന്നൊന്നും പറയരുത്. ഒരു മാന്യമുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. എല്ലാവരും വരിക, മാധ്യമങ്ങളെയൊക്കെ വിളിക്കുക, എല്ലാവരും കവർ ചെയ്യട്ടെ, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും അറിയട്ടെ. നമ്മുടെ രാഹുലിന്റെ ഒരു MLA എന്നുള്ള രീതിയിൽ അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ വികസന പ്രവർത്തനങ്ങൾ, അയാൾ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്. കാരണം അടുത്ത ഇലക്ഷനിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രത്യേക പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അയാൾ വികസനം കൊണ്ടുവന്നിട്ടില്ല, അയാൾ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നൊന്നും പറയേണ്ട, അല്ലെങ്കിൽ പറയുന്നവർക്ക് മറുപടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും വലിയ ചർച്ചയായിട്ട് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു പ്രചരണമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? രാഹുലിന് ഈ പ്രതിഷേധങ്ങളും ഈ പറയുന്ന തടയലൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം അയാൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രചരണങ്ങൾ നടത്തുന്നതിന് പകരം ഇതൊക്കെ ഒരു പ്രചരണമായി മാറുകയാണ്. അയാളുടെ നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഡിഫിക്കുട്ടന്മാരോടും ഈ പറയുന്ന സംഘമിത്രങ്ങളോടും ഒക്കെ നമുക്ക് വലിയ നന്ദിയുണ്ട് കേട്ടോ. അത് നമ്മൾ ആ നന്ദി പറയാതെ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ നന്ദി പറയാതെ പോകുന്ന ഒരു കൾച്ചർ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവരോടൊക്കെ വലിയ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ തൊട്ട നന്ദി അത് പ്രകടിപ്പിക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ ഈ ഒരു രാഹുലിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കാര്യം കണ്ണാടിയിൽ ഈ പറയുന്ന അവിടുത്തെ ഒരു സ്റ്റേഡിയം അത് എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് ഉള്ള കാര്യം വലിയ ആവശ്യമുയരുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ അവസ്ഥകൾ രാഹുൽ പറയുന്നുണ്ട്. അവിടെ ഭൂമിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഭൂമി ഇപ്പോൾ നിലവിൽ നോട്ടമിട്ടിരിക്കുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ഭൂമി സർക്കാർ വിട്ടുതരികയാണെങ്കിൽ പകരം ഭൂമി നൽകാൻ ഈ രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ള രീതിയിൽ തയ്യാറാണ്, ഫണ്ടും റെഡിയാണ്. ഇപ്പോൾ ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റേഡിയം ഒരുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക,
ഇതൊക്കെ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും ബാക്കിയുള്ളവരിലേക്കും എത്തിക്കുക. എന്നിട്ട് ഭൂമിക്കുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ട് രാഹുലിനോട് പോയി പറയാ, ഇതാ ഭൂമി റെഡിയാണല്ലോ, എന്തേ സ്റ്റേഡിയം എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ സ്റ്റേഡിയം തന്നില്ലെന്ന് നമുക്ക് പറയാലോ, രാഹുൽ വാഗ്ദാനം നടത്തി, അയാള് വാഗ്ദാന ലംഘനം നടത്തി എന്നൊക്കെ പറയാലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനൊക്കെ വേണ്ടി കൂട്ടായി പരിശ്രമിക്കുക. നമ്മുടെ നാട്ടുകളിൽ, നമ്മുടെ എല്ലായിടത്തും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വികസനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറക്ക് വേണ്ടിയൊക്കെ കിട്ടുന്ന ഇത്തരത്തിലുള്ള വികസനങ്ങൾക്ക് വേണ്ടി എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കും, നിങ്ങൾ തടയാനും വരണം കേട്ടോ. ഇപ്പൊ നാളെയും നിങ്ങൾ സ്മാർട്ട്, ഇപ്പോൾ കേരളത്തിലെ എത്ര സ്മാർട്ട് അംഗൻവാടികൾ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? എവിടെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയോ? ഇതിന്റെ ഉദ്ഘാടനമൊക്കെ നടന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യായിരിക്കും. അപ്പോ ഇതൊക്കെ നാളെ ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ ഒരു സ്മാർട്ട് അംഗൻവാടി അത് ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക. മാധ്യമങ്ങൾ എല്ലാവരും വരണം, മാപ്രകൾ എല്ലാവരും വരണം കേട്ടോ. കാരണം നിങ്ങൾ തന്നെ ഈ പണി എടുക്കണം. ഈ രാഹുലിന്റെ വികസന പ്രവർത്തനങ്ങള് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടി നിങ്ങൾ തന്നെ എടുക്കണം. അത് ഒരു തരത്തിൽ പറഞ്ഞാല് അത് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രായശ്ചിത്തമാണ്. കാരണം അയാളെ വേട്ടയാടാൻ മുന്നിൽ നിന്ന് നിങ്ങൾ തന്നെ ഈ വാർത്തകളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രായശ്ചിത്തമായിട്ട് ഞങ്ങൾ കാണും. കാരണം അയാളുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇനി വരുന്ന 2026 തെരഞ്ഞെടുപ്പില് അയാൾക്ക് കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. അയാൾക്ക് കൂടുതൽ ഒരു വലിയ വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് പോയി അവരോട് എണ്ണി പറഞ്ഞ് വോട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എത്തിക്കുന്നതിൽ ഈ മാധ്യമ പ്രവർത്തകരോടും വലിയൊരു നന്ദിയുണ്ട് കേട്ടോ. കാരണം നിങ്ങളാണ് ഇപ്പൊ ഇത് എല്ലാം ജനങ്ങൾ, നിങ്ങളിപ്പോ ശരിക്കും രാഹുലിന്റെ PR വർക്കുകാരായി മാറിയിരിക്കുകയാണ്. മാധ്യമങ്ങള് രാഹുലിന്റെ PR വർക്കുകാരാണ്. നിങ്ങളാണ് ഇതൊക്കെ എത്തിക്കുന്നത്, മനസ്സിലായില്ലേ? അത് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്തു പോവുകയാണ്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ എന്താണെങ്കിലും ഇതൊക്കെ രാഹുലിന് വലിയൊരു മുതൽക്കൂട്ടാവുന്നുണ്ട് എന്നുള്ള കാര്യത്തില് ഒരു തർക്കമില്ല. എന്താണെങ്കിലും എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾക്ക്, നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. അത് മറച്ചു വെക്കുന്നില്ല. നിങ്ങളെ എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയുമാണ്.